നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി. നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരികയാണ്. അതിനൊപ്പം തന്നെ പകർച്ചവ്യാധികളും അല്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി അസുഖങ്ങളും ഈ ഒരു കാലാവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നാം കാണുന്നത് സൂര്യാഘാതം, അതുപോലെ തന്നെ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ, അതിനൊപ്പം തന്നെ ഹൈപ്പർതെർമിയ എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ്. പലരിലും പല ലക്ഷണങ്ങളാണ് ഈ അവസ്ഥയിൽ കണ്ടുവരുന്നത്. അതായത് ക്ഷീണം, തലകറക്കം, കണ്ണുപുകച്ചിൽ, മസിൽസിൽ ഉണ്ടാകുന്ന വേദന, അമിതമായ ക്ഷീണം, അമിതമായ വിയർപ്പ്, വിശപ്പില്ലായ്മ എന്നിങ്ങനെ പല ലക്ഷണങ്ങളും, ചില സമയത്ത് ബോധക്ഷയവും ഇതിൻ്റെ ലക്ഷണമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് മാത്രമല്ല, ടൈഫോയിഡ്, ഫുഡ് പോയ്സണിങ്, പല രീതിയിലുള്ള പനികൾ, ഛർദി, പിന്നെ വയറ്, അതായത് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഈ ഒരു കാലാവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തവും ഈ ചൂട് വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മാത്രമല്ല, യൂറിനറി ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതുപോലെ ചുടുമൂത്രം, മൂത്രക്കടച്ചിൽ, അങ്ങനെയുള്ള അസുഖങ്ങളും ഈ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിനൊപ്പം തന്നെ ചെങ്കണ്ണും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ചിക്കൻ പോക്സ്, മീസൽസ് എന്നിങ്ങനെയുള്ള അസുഖങ്ങളും വേനൽക്കാലത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട്, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് മംസ് ആണ്. അതായത് മുണ്ടി വീക്കം, മുണ്ടി നീര് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സലൈവറി ഗ്ലാൻസിന് ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ്, വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കുട്ടികളിൽ ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഏറ്റവും കൂടുതലായിട്ട് ഈ വേനൽക്കാലത്ത് കണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ കാര്യത്തിലും നമ്മുടെ വിഹാരങ്ങളിലൊക്കെ നമ്മൾ അത്യധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ശുദ്ധമായി കഴുകിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ധാരാളം കഴിക്കുക. വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ അതിനുള്ള പ്രൊട്ടക്ഷൻ എടുത്തിട്ട് തന്നെ പോവുക. സൺസ്ക്രീൻ SPF 50 ഉള്ള സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൺഗ്ലാസ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കളറുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. അധികം ഇറുകിയതല്ലാത്ത കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ധരിക്കുക. പിന്നെ ആവശ്യമെങ്കിൽ തൊപ്പിയും അതുപോലുള്ള കവറും മാസ്കും ഒക്കെ ധരിച്ച് തന്നെ നമ്മൾ പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കുട്ടികളൊക്കെ കളിക്കുമ്പം അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതുപോലെ തന്നെ നമ്മൾ അമിതമായി എരിവ്, പുളി, ഉപ്പ് തുടങ്ങിയ ആഹാരങ്ങൾ കഴിവതും വർജിക്കുക. ഈ സമയത്ത് മാങ്ങയുടെ ഒക്കെ സീസണാണ്. അപ്പോൾ കുട്ടികളൊക്കെ കൂടുതലായിട്ട് ഉപ്പും മുളകൊക്കെ ഉപയോഗിച്ച് മാങ്ങയൊക്കെ കഴിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അമിതമായി നമ്മുടെ ഭക്ഷണത്തിൽ അമിതമായി എരിവ്, മസാല, ഉപ്പ് എന്നിവയൊക്കെ നന്നായിട്ട് കുറക്കുക. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.